അപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. റൂമുകളൊക്കെ ഒന്ന് കാണാം. ഞാനിപ്പോൾ വീടിൻ്റെ ടെസ്റ്റിന് കൊള്ളാൻ നമുക്ക് ഹായ് ഹായ് പ്രിയപ്പെട്ടവരെ, ആശ്ലിയ ഗ്യാങ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ 3-4 ഫ്രണ്ട്സ്, അതായത് ഞാൻ, എൻ്റെ സുഹൃത്തുക്കളായ ശ്രീജിത്ത്, ശ്രീജേഷ്, പ്രകാശാണെല്ലാം കൂടി വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വയനാട് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ള ഒരു സ്ഥലത്തല്ല പോയത്. ചൂരൽമല, മുണ്ടക്കായ ദുരന്തം നടന്ന സ്ഥലം, അതുപോലെ അവർക്ക് വീടെടുത്ത് കൊടുത്ത ടൗൺഷിപ്പൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ടൗൺഷിപ്പ് കാണാൻ വേണ്ടി പോയി. രണ്ടും കൂടി ഒരുപാട് വീഡിയോ ഉണ്ട്, അതുകൊണ്ട് 2 വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ടൗൺഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വീഡിയോ ആണ്. അത് അവിടെ നേരിട്ട് പോയി കണ്ടാലേ അതിൻ്റെ ഒരു മഹാത്മ്യം കൃത്യമായ രീതിയിൽ മനസ്സിലാവും. അപ്പോൾ ബാക്കി വിശേഷം വീഡിയോയിലൂടെ കാണാം. ഓക്കെ, പുതിയൊരു കാറ്റിൻ്റെ ഗാനം. നമ്മൾ രാവിലെ പുറപ്പെട്ടതുകൊണ്ട് തന്നെ കോഫി കഴിച്ചും ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ യാത്ര തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ വയനാട് ടൗൺഷിപ്പിലെത്തിയിരിക്കുകയാണ്. ഫെൻസിങ് വർക്ക് നടത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് ഉദ്ഘാടനം കഴിഞ്ഞ വീട്. സെൻട്രൽ ഹാൾ. ഇതൊരു ബെഡ്റൂമാണ്, നല്ല അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. വേറെ ബെഡ്റൂം. ഇത് കിച്ചൺ. ഇത് വർക്ക് ഏരിയ. ചങ്ങായി നമ്പൂരി വീടിൻ്റെ വീടിങ്ങനെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ സീറ്റങ്ങ് താഴോട്ടേക്ക് എത്തി. ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. നേരത്തെ നമുക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട് ചങ്ങായി. അപ്പോൾ ആ മലപ്പുറത്താണെന്നാണ് പറഞ്ഞത്. വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമെന്ന്. ഞാനിപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണുള്ളത്. നമ്മൾ ഞങ്ങൾ നടന്നു പോകുന്നത്. ഇവിടെ വരുന്ന ഓരോരോ ആൾക്കാരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ചാനലിലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഐസ്ക്രീം വാങ്ങി കഴിക്കലാണ്. പുതിയൊരു കാറ്റിൻ്റെ ഗാനം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റാ.